രാവിലെ തന്നെ അവള് നാടകം തുടങ്ങി. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഈ അഭിനയം തുടങ്ങുന്നേ രാവിലെ തന്നെ? അമ്മ, ഞാൻ അമ്മയ്ക്കൊരു സഹായിക്കട്ടെ എന്ന് വിചാരിച്ചൊന്ന് അടിച്ചു വാരിയതാ. സഹായാവോ? നീ അല്ലെങ്കിൽ തന്നെ എന്ത് സഹായമാണ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളത്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിപ്പണി അല്ലാണ്ട് നീ എനിക്കൊന്നും തന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അടിച്ചു വാരിയ സ്ഥലത്ത് പിന്നെയും പോയി ആരേലും അടിച്ചു വാരൂ? അടിച്ചു വാരിയതാന്നേ നീ എങ്ങനെ മനസ്സിലാക്കാനല്ലേ? നിനക്ക് കണ്ണ് കാണില്ലല്ലോ. അമ്മ എന്താ ഇങ്ങനെ പറയണേ? എനിക്കറിയില്ലായിരുന്നു അമ്മ അടിച്ചു വാരിയെന്ന്. പിന്നെ ഞാൻ നടന്നപ്പോൾ കാലിലൊക്കെ പൊടി പോലെ തോന്നി, അതാ. ഉപദ്രവത്തിനല്ലാണ്ട് നിന്നെ കൊണ്ട് എന്ത് ഗുണമുള്ളത്? നീ ഒരു 7 മാസം ഗർഭിണിയാന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? അവള് കണ്ണും കാണാണ്ട് ചൂലും തപ്പിക്കൊണ്ട് നടക്കുന്നു. വല്ലവരും തെന്നിത്തെറിച്ച് വീണ് കഴിഞ്ഞാൽ ആര് സമാധാനം അറിയും? നിന്റെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ മോൻ്റെ കുഞ്ഞാണ്. അതിനെന്തെങ്കിലും പറ്റിപ്പോയാലോ? മര്യാദക്കകത്ത് ചൂലോടെ വെച്ചിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ നോക്കുക അവള് കിടന്ന് കാണിക്കുന്നു. നിന്നെപ്പോലെ ഒരു അവതാരം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ വന്ന് കയറിയല്ലോ. എൻ്റെ മോൻ എന്ത് നല്ല ബന്ധങ്ങൾ കിട്ടുമായിരുന്നു. അവൻ എന്തെങ്കിലും ഒരു കുറവുണ്ടാ? നല്ലൊന്നാന്തരം പയ്യൻ. അവൻ നല്ല പെങ്കൊച്ചിനോട് നല്ല കുടുംബത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. എന്നിട്ട് അവന് കിട്ടിയതോ അവൻ്റെ ഒരു ഒറ്റ വാശിക്ക് അവൻ ആത്മഹത്യ എന്ന് പറഞ്ഞു നിന്നെ കിട്ടിയില്ലെങ്കിൽ. ആ ഒരു ഒറ്റ വാശിയുടെ പുറത്താണ് ഈ കല്യാണം നടത്തിയത്. അല്ലെങ്കിൽ സമ്മതിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഗർഭിണിയായി. ഇനി ഉണ്ടാകുന്ന കൊച്ചെന്ത് കോലത്തിലാണാവോ? കൈയുണ്ടോ കാലുണ്ടോ എന്ത്? എനിക്ക് വയ്യതൊക്കെ ഓർത്തിട്ട് നീ അതിനെ എങ്ങനെ വളർത്തിയെടുക്കും? വല്ല വൈകല്യം ഉണ്ടെങ്കിൽ? അമ്മ അങ്ങനെയൊന്നും പറയല്ലേ. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒരു വൈകല്യവും വരില്ല. ദൈവം നോക്കിക്കോളും. ജനിക്കും. നല്ല വൈകല്യത്തോടെ തന്നെ ജനിക്കുള്ളൂ, അതെനിക്ക് ഉറപ്പാണ്. എന്നിട്ട് ആ കുഞ്ഞ് വലുതാകുമ്പോൾ നിന്നെ പഴിക്കും. എൻ്റെ അമ്മ കാരണം ഇങ്ങനെ വൈകല്യം ഉണ്ടായിരുന്നു, അപ്പോൾ നീ അനുഭവിക്കൂടി. അമ്മ എന്തിനാ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കണേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തേ അമ്മയുടെ? ഞാൻ പറയും, ഇനിയും പറയും. എനിക്ക് നിന്നോട് തീർത്താ തരാത്ത ദേഷ്യമുണ്ട്. എൻ്റെ ജീവിതം നശിപ്പിച്ചോടാ നീ. അമ്മ, ചോറിൽ വെള്ളം ഒഴിച്ചോ? എന്തിനാ നിനക്കിപ്പോൾ ചോറ്? വിശക്കുന്നുണ്ടമ്മ. ഞാൻ ഒന്നും കഴിച്ചില്ലായിരുന്നു, അറിയാതെ അങ്ങ് ഉറങ്ങിയും പോയി. ഉറങ്ങുന്നതിനൊക്കെ ഒരു സമയം കാലമൊക്കെ ഇല്ലേ? ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് കയറി കിടക്കുകയാണോ? ആഹാ, നല്ല നടുവേദന ക്ഷീണം ഉണ്ടായിരുന്നമ്മ, അതാ അങ്ങ് ഉറങ്ങിപ്പോയത്. സുഖമല്ലേ? ഒരു പണിയും ചെയ്യണ്ട. തോന്നുമ്പോൾ കഴിക്കുക, തോന്നുമ്പോൾ കിടന്നുറങ്ങുക. സുഖവാസമല്ലേ? നിന്റെ ഇഷ്ടത്തിന് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ കിടന്നുറങ്ങിയിട്ട് അടുക്കള വന്നിട്ട് ചോറെന്ന് ചോദിച്ചാൽ അവിടെ ഭക്ഷണം ഉണ്ടാവണമെന്നില്ല. ഇത്രയും സമയമായെന്ന് അറിഞ്ഞില്ലമ്മ. അല്ല, ചോറും കറിയൊക്കെ എന്തേ? കളഞ്ഞോ? കളഞ്ഞൊന്നുമില്ല, പക്ഷേ ഞാനെടുത്ത് അങ്ങോട്ട് കഴിച്ചു. കുറച്ച് ചോറുണ്ടായിരുന്നുള്ളൂ. പിന്നെ നീ കഴിച്ചില്ലാന്ന് എനിക്കറിയണ്ടേ? അടുത്ത് അങ്ങോട്ട് കഴിച്ചു. ഞാൻ പിന്നെ ഉള്ള പാത്രമൊക്കെ എടുത്ത് കഴുകി വെച്ചു. അല്ലെങ്കിൽ കിടക്കണതിന് മുമ്പ് അങ്ങോട്ട് പറയണമായിരുന്നു ഒരു വാക്ക്. അമ്മ, ഞാൻ കിടന്നുറങ്ങുകയാണ്, എനിക്ക് ചോറ് ഇച്ചിരി എടുത്ത് വെക്കണം. ഒരു വാക്ക് പോലും ഉണ്ടായിരുന്നു. എൻ്റെ ശ്രദ്ധ ഇഷ്ടപ്രകാരം കിടന്നുറങ്ങിയിട്ട് ചോറ് കിടന്നു വെച്ച് ഞാനവിടുത്തെ എടുത്ത് തരാനാ? എന്നെ കൊണ്ടൊന്നും വൈകിട്ട് ഒന്നും ഉണ്ടാക്കി തരാം. അല്ല, അമ്മ എന്താ കഴിക്കുന്നത്? ഞാനൊന്നും കഴിക്കുന്നില്ല, നിനക്ക് തോന്നിയതാ. എന്തോ കഴിക്കുന്ന ഒരു മണം തോന്നി. പട്ടിയെ പോലെ പടപ്പിച്ചോണ്ട് നടക്കാണ്ട് വല്ലോടെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി ഒന്നും വച്ചുണ്ടാക്കി തരാൻ എന്നെ കൊണ്ട് വയ്യ. എല്ലാ പാത്രവും കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചോ. ഞാൻ കിടക്കാൻ പോവാ. രാവിലെ തൊട്ട് വൈകുന്നേരത്ത് വരെയുള്ള പണിയാ. ഒന്ന് കിടക്കാൻ പോകുമ്പോൾ അവള് തിന്നാൻ വന്നേക്കുന്നു. ഇവിടേക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒരു നേരം തിന്നില്ലാന്ന് വെച്ചു ചത്തൊന്നും പോകത്തില്ല. പിന്നെ ആ നേരത്തേക്ക് കൂടെയുള്ള ബാക്കിയുള്ള നേരം തിന്ന് കയറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നേരം തിന്നണം എന്നുള്ള ചിന്ത മാത്രമുള്ള വെച്ച്. എന്താ അമ്മ സൗണ്ട് കേട്ടെ? വെള്ളം പോരമ്മ. അമ്മമ്മക്ക് എന്താ പറ്റി അമ്മ? അമ്മ എന്താ പറ്റി? എന്തെന്നറിയില്ല, പെട്ടെന്ന് നാക്കങ്ങ് ഉണങ്ങിപ്പോയി. വറ്റിപ്പോയ അവസ്ഥയായിരുന്നു. ശ്വാസം കിട്ടാത്ത അവസ്ഥ. ഒന്നും മിണ്ടാനും പറ്റില്ല, എണീക്കാനും പറ്റുന്നില്ലായിരുന്നു. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ
ചത്തു എന്നോട് കിടന്ന്. അങ്ങനെ ഒന്നും പറയല്ലേ അമ്മ. നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണേ. ഭക്ഷണം തരാണ്ടും കുറേ കുറ്റപ്പെടുത്തിയൊക്കെ ഞാൻ എൻ്റെ മോൻ്റെ ജീവിതം ഒന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി എന്നെ വേദനിപ്പിച്ചിട്ട് എന്നോട് ക്ഷമിക്കണേ മോളെ. നീ കാരണം എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയ ക്ഷമിക്കണേ. എനിക്കൊരു കുഴപ്പമില്ല അമ്മ, അമ്മ വിഷമിക്കാണ്ടിരിക്കുക. എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല. അമ്മയല്ലേ പറഞ്ഞു, വേറെ ആരുമല്ലല്ലോ. എൻ്റെ ഭാഗത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല മോളെ. മോളെ എന്നോട് ക്ഷമിക്കണേ. കിടന്നോ? ഇല്ല, ഞാനിവിടെ കിടക്കാം. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും ഞാൻ ഇവിടെ കിടക്കാം. ഇല്ല മോളെ, ശരി, കുഴപ്പമില്ല. മോളെ കിടന്നോ? ഞാൻ ഇവിടെ കിടക്കാം. പൊക്കോ. ഞാൻ അതിനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ വെറുത്ത ആ കൊച്ചെന്ന് എൻ്റെ ജീവിതം രക്ഷിച്ച